എല്ലാ വർഷവും ഒരുപോലെ ചോദിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ, നമ്പേഴ്സ് മാത്രം വ്യത്യാസപ്പെടുത്തി തരുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇത് മാത്രമാണ്. ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് കിട്ടുന്നത് 5 മാർക്കാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം CF അങ്ങ് എഴുതുക. CF എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ 5 ആണെങ്കിൽ CFും 5. അതിനുശേഷം 5നോട് നിങ്ങൾ കൂട്ടേണ്ടത് എത്ര? 5 + 7 എത്ര കിട്ടും? 12. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? 12 + 9 എത്ര കിട്ടും? 21. അടുത്ത നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 21 + 10 എത്ര കിട്ടും? 31. അടുത്ത നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 31 + 10 41. അടുത്തെന്താ ചെയ്യേണ്ടത്? 41 + 8 എത്ര കിട്ടും? 49. ഇത് നിങ്ങളങ്ങ് ആദ്യമേ കോളം വരച്ച് എന്ത് ചെയ്യുക? എഴുതി വയ്ക്കുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ക്വസ്റ്റ്യനൊക്കെ പിന്നെ നമുക്ക് വായിക്കാം. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്പർ ഓഫ് പേഴ്സൺസ് എത്ര ഉണ്ട് നോക്കുക. ഇവിടെ 49 അല്ലേ? അപ്പോൾ n = 49. ഇനി നമുക്ക് അടുത്ത ലക്ഷ്യം ഇതെന്താണ്? ഓഡാണോ ഇവനാണോ എന്ന് മാർക്ക് ചെയ്യുക. നമുക്ക് ഇപ്പം തന്നിരിക്കുന്നത് ഓഡ് നമ്പറാണ്. അതിനുശേഷം നമുക്ക് കിട്ടേണ്ടത് മീഡിയൻ ക്ലാസ് ആണ്. മീഡിയൻ ക്ലാസ് ഇത് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട കാര്യം എന്താ? ഇത് ഓഡായതുകൊണ്ട് n + 1/2. ഇവനാണെങ്കിൽ എന്താണ്? n/2. അപ്പോൾ n + 1/2. ഇവിടെ n 49 ആണ്. 49 + 1/2 എത്ര കിട്ടും? 50/2 എത്ര കിട്ടും? 25. അപ്പം നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് 25th പേഴ്സൻ്റെ വെയിറ്റാണ്. അപ്പോൾ ഈ 25 എവിടെയാണ് പറഞ്ഞതെന്ന് നോക്കണം. നമുക്ക് ഇവിടെ വെച്ചിട്ടല്ല, നമ്പർ ഓഫ് പേഴ്സൺസ് വെച്ചല്ല, നമ്മൾ CF വെച്ചാണ് നോക്കേണ്ടത്. അപ്പോൾ 5 പേഴ്സൺസ് വരെ ഫസ്റ്റിൽ വരും, 12 വരെ സെക്കൻഡ് ക്ലാസ്സിൽ വരും, അടുത്ത് 21 വരെ തേർഡ് ക്ലാസ്സിൽ വരും, അടുത്ത് 21 കഴിഞ്ഞ് 22, 23, 24, 25 വരെ, 25 to 31 വരെ, അതായത് 22 to 31 വരെ നമുക്ക് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. ഈ ക്ലാസ്സിലാണ്, അതായത് 4th ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മുടെ മീഡിയൻ ക്ലാസ് എന്താണ്? 60, 70 നമ്മുടെ മീഡിയൻ ക്ലാസ്. അപ്പോൾ മീഡിയൻ ക്ലാസ് ഇവിടെ ഞാൻ എഴുതുന്നു 60 to 70. 60 to 70 ഇതാണ് മീഡിയൻ ക്ലാസ്. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇനി അവർ ചോദിക്കും 21 കഴിഞ്ഞ് 22ാമത്തെ ടേം അല്ലേ? 22ാമത്തെ ടേം. അപ്പോൾ 22ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ചോദിച്ചിരിക്കും. 21 ചോദിക്കും, 22 ചോദിക്കും. 21 ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട കാര്യം, ഇവിടെ ലാസ്റ്റ് എന്താണോ എൻഡ് ചെയ്യുന്നത്, ഇവിടെ 21 അല്ലേ? ഇവിടെ ലാസ്റ്റ് എന്താണോ എൻഡ് ചെയ്യുന്നത് അതായിരിക്കും 21ാമത്തെ പേഴ്സൻ്റെ വെയിറ്റ്. ഇവിടെ 60 ഇനി 22ാമത്തെ പേഴ്സണാ? 22ാമത്തെ പേഴ്സൻ്റെ കാണുമ്പോൾ 60 + D/2 ആണ്. അപ്പോൾ എന്താണ് D? D ഈസ് ഈക്വൽ ടു എന്താണ്? ക്ലാസ് ഡിഫറൻസ്. ഇവിടെ ക്ലാസ് ഡിഫറൻസ് എത്രയാണ്? 60, 70 ക്ലാസ് ഡിഫറൻസ് 10 ആണ്. ഇവിടെ നമ്പർ ഓഫ് പേഴ്സൺസ് എത്ര ഉണ്ട്? 10 അപ്പോൾ 60, 70, 10. അപ്പോൾ 60, 70ൻ്റെ വ്യത്യാസം 10. നമ്പർ ഓഫ് പേഴ്സൺസും 10. അപ്പോൾ 10/10 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് D എത്ര കിട്ടി? 1 ആണ്. അപ്പോൾ 60 + 1/2 അതായത് 60.5 എന്ന് കിട്ടും. ഇനിയാണ് നമുക്ക് മീഡിയൻ. നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് എത്രാമത്തെ പേഴ്സൻ്റെ വെയിറ്റാണ്? മീഡിയൻ ഈസ് ഈക്വൽ ടു 25th പേഴ്സൻ്റെ വെയിറ്റ് അല്ലേ? പേഴ്സൺസ് വെയിറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇവിടെ x 25 നമുക്ക് കാണേണ്ടത്. അപ്പോൾ എന്താണ്? x 22 നമുക്കറിയാം.
ഇനി 22നോട് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? 22നോട് 25 എത്താൻ 3 അല്ലേ? 22ഉം 25ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. അപ്പോൾ 3D ആണ് കൂട്ടേണ്ടത്. അപ്പോൾ എക്സ് 22 നമുക്കറിയാം എത്രയാണ്? 60.5 പ്ലസ് 3 ഇൻറ്റു ഡി എത്രയാണ്? 1 ആണ്. അപ്പോൾ 60.5 പ്ലസ് 3 എത്ര കിട്ടും? 63.5. ഇതാണ് നമ്മുടെ മീഡിയൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ദ വെയ്റ്റ് ഓഫ് ദി പേഴ്സൺ അറ്റ് വിച്ച് പൊസിഷൻ ഈസ് ടേക്കൺ ആസ് ദി മീഡിയൻ. അപ്പോൾ മീഡിയൻ ഇതല്ലേ ആ പൊസിഷൻ, മീഡിയൻ വരുന്ന പൊസിഷൻ 25th പേഴ്സൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ അതും ക്വസ്റ്റ്യനിലുണ്ട്. ഇനി അടുത്ത അക്കോർഡിംഗ് ടു ദ അസംഷൻ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ മീഡിയൻ വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദി 22nd പേഴ്സൺ. അതല്ലേ x22. x22 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ്, നമ്മുടെ മീഡിയൻ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് അല്ല അപ്പർ ലിമിറ്റ് 60 പ്ലസ് എന്താണ്? d/2. ഇനി അടുത്ത് x21 നിങ്ങളടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അപ്പർ ലിമിറ്റ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ x22 ഈസ് ഈക്വൽ ടു എന്താണ്? 60 പ്ലസ് d/2. 60 പ്ലസ് ഡി എത്രയാണ്? 1 ആണ്. 1/2. ഇനി അടുത്ത മീഡിയൻ എന്താണ്? 25th പേഴ്സൺസ് വെയിറ്റ് ആണ്. x25 ഈസ് ഈക്വൽ ടു x22 പ്ലസ് 3d 60.5 പ്ലസ് 3 ഇൻറ്റു 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? മീഡിയൻ 63.5 എന്ന് കിട്ടും.